അപ്പോൾ അടുത്തതാണ് പൂർണ്ണ സ്വരാജ് ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ്. അപ്പോൾ ഇത് രണ്ടും വരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1920 നടന്ന ആ ഒരു സെഷനിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു സെഷനിൽ ആ ഒരു മീറ്റിംഗിൽ എന്താണ് അവർ ചർച്ചയായിട്ട് പറയുന്ന കാര്യമാണ്. രണ്ട് കാര്യങ്ങളാണ് അവർ എന്ത് ചെയ്തത് ആ ഒരു മീറ്റിംഗിന്റെ ഔട്ട്പുട്ട് നിലക്ക് അവർ പറഞ്ഞത്. ഒന്നാണ് പൂർണ്ണ സ്വരാജ്, അതായത് കംപ്ലീറ്റ് ഫ്രീഡം വേണം. ഓക്കെ, കംപ്ലീറ്റ് ഫ്രീഡം അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ് നേടുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് എയിം എന്ന് എന്ത് ചെയ്യാണ് പറയാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്നത്. അതായത് ഗാന്ധിജി എയിം ടു ഡിസൊബേ ഓൾ ആന്റി പോപ്പുലർ ആൻഡ് ആന്റി ഡെമോക്രാറ്റിക് സിവിൽ ലോസ് മേഡ് ബൈ ബ്രിട്ടീഷ്. അപ്പൊ ബ്രിട്ടീഷ് ഒരുപാട് ലോസ് എന്ത് ചെയ്തിട്ടുണ്ട്, സിവിൽ ലോസ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ആന്റി പോപ്പുലർ ആയിട്ടും ആന്റി ഡെമോക്രാറ്റിക് ആയിട്ടും നേരത്തെ റൗളറ്റ് ആക്ട് പോലത്തെ ഒരുപാട് നിയമങ്ങൾ, അതായത് ആളുകൾക്കെതിരെ അല്ലെങ്കിൽ ആളുകൾക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പല ലോസും ഉണ്ടായിരുന്നു അല്ലെ, ഒട്ടും ഡെമോക്രാറ്റിക് അല്ലാത്ത ലോസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിനെല്ലാം ഡിസൊബേ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു മൂവ്മെന്റിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രപ്പോസൽസ് പുട്ട് ഫോർവേഡ് ബൈ ഗാന്ധിജി. ഗാന്ധിജി എന്തൊക്കെയാണ് ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് വഴി മുന്നോട്ട് വെച്ചതെന്ന് നോക്കാം. ഒന്ന്, ടു ലിഫ്റ്റ് സോൾട്ട് ടാക്സ്. അതായത് ഉപ്പിന് അന്ന് ടാക്സ് ഉണ്ടായിരുന്നു, ആ ടാക്സ് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. കാരണം ഇന്ത്യ നമുക്ക് ഒരുപാട് കോസ്റ്റൽ റീജിയൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള സോൾട്ട് പ്രൊഡക്ഷൻ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ നിന്നെല്ലാം നല്ല രീതിയിൽ എന്ത് ചെയ്തു, സോൾട്ടിന് ഒരു ടാക്സ് വാങ്ങിയത്. അപ്പൊ അത് ഒഴിവാക്കണം. ദെൻ ടു ഡിക്ലെയർ എ 50% ടാക്സ് റിലാക്സേഷൻ ഫോർ ഫാർമേഴ്സ്. അപ്പൊ അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യണം, അവരുടെ ടാക്സിൽ 50% എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചു കൊടുക്കണം. ദെൻ ടു ഇൻക്രീസ് ദ ടാക്സ് ഓൺ ഇമ്പോർട്ടഡ് ഫോറിൻ കോസ്. അപ്പൊ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളുടെ ടാക്സ് എന്ത് ചെയ്യണം, കൂട്ടണം. സോ കാരണം അങ്ങനെ കൂട്ടിയാലാണ് ഇന്ത്യയിലെ എക്കണോമിക്ക് അത് ഗുണമാവുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു ടാക്സ് എന്ത് ചെയ്യണം, കൂട്ടണം എന്ന് പറയാണ്. ദെൻ ടു റിലീസ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്. അപ്പൊ നമുക്കറിയാം പല മൂവ്മെന്റ്സുകളും ഇതിനൊപ്പം തന്നെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മൂവ്മെന്റ്സിനിടയിലെല്ലാം തന്നെ എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാര് പല ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിസണേഴ്സ് ആയിട്ട് വെക്കുന്നുണ്ട് പല പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും. അവരെല്ലാം എന്ത് ചെയ്യണം, വിട്ടു നൽകണം. ടു കട്ട് ഷോർട്ട് മിലിറ്ററി ബഡ്ജറ്റ് ആൻഡ് ഹൈ സാലറി ഓഫ് ടോപ്പ് ഒഫീഷ്യൽസ്. അപ്പൊ മിലിറ്ററി ബഡ്ജറ്റ് കുറയ്ക്കണം. അപ്പൊ ഇന്ത്യയിലെ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഈ ടാക്സ് വഴി കളക്ട് ചെയ്ത് വരുന്ന ക്യാഷ് എല്ലാം എന്താണ്, ഇവർ അധികം യൂസ് ചെയ്യുന്ന മിലിറ്ററി ആയിട്ടുള്ള യൂസുകൾക്കും അതുപോലെ തന്നെ ഒഫീഷ്യൽസിന്റെ വളരെ ഹൈ ആയിട്ടുള്ള സാലറി ആയിരുന്നു. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണമെന്ന് പറയാണ്. ടു ഡിസോൾവ് ദ സീക്രട്ട് സർവൈലൻസ് വിങ് ഫോം ടു വാച്ച് ഇന്ത്യൻസ്. അപ്പൊ ഇന്ത്യൻസിന് ഒരു സ്പൈ വിങ് ഉണ്ടാവും എന്തായാലും, ഇന്ത്യയിലെ പല ലീഡേഴ്സിനെയും വാച്ച് ചെയ്യാനുള്ള സ്പൈ വിങ്സ് ഉണ്ടാവും. അപ്പൊ അതിനെന്ത് ചെയ്യണം, ഇല്ലാതാക്കണം. ദെൻ ടു സ്റ്റാർട്ട് കോസ്റ്റൽ ഷിപ്പിംഗ് സർവീസ്. അപ്പോൾ എന്താണ്, ഷിപ്പിംഗ് സർവീസുകൾ സ്റ്റാർട്ട് ചെയ്യണം. ടു ഇംപ്ലിമെന്റ് പ്രൊഹിബിഷൻ ഓഫ് ലിക്വർ. ഇംപ്ലിമെന്റ് പ്രൊഹിബിഷൻ ഓഫ് ലിക്വർ. ലിക്വർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മദ്യമാണ്. മദ്യം എന്ത് ചെയ്യണം, ഇല്ലാതാക്കാനുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ വരണം. അപ്പൊ ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാമാണ് എന്ത് ചെയ്യുന്നത്, ഗാന്ധിജി ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്താണ്, സോൾട്ട് ടാക്സ് ആണ് അല്ലെ. അപ്പൊ ഈ ഒരു സോൾട്ട് ടാക്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആണ് അടുത്തൊരു മൂവ്മെന്റ് വരുന്നത്. അതായത് നമുക്കറിയാം എന്താണ്, സോൾട്ട് സത്യാഗ്രഹം നമുക്കറിയാം അല്ലെ, ഉപ്പ് സത്യാഗ്രഹം. നമ്മൾ ദണ്ഡി മാർച്ച് എന്നൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതാണെന്ത് ഈ പറയുന്ന ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നടന്ന ഏറ്റവും വലിയൊരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഗാന്ധിജി ആ ഒരു സോൾട്ടിനെ തന്നെ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ ഈ ഒരു പ്രപ്പോസൽ, ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിലെ പ്രപ്പോസലിൽ ആദ്യം കിടക്കുന്ന തന്നെ സോൾട്ട് ടാക്സ് എന്നുള്ള കാര്യമാണ്, അത് ഒഴിവാക്കണം എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അതൊരു പവർഫുൾ വെപ്പൺ ആയിട്ട് മാറിയത് നമുക്ക് നോക്കാം. സോൾട്ട് ടാക്സ് കൺസിസ്റ്റ് ഓഫ് 2/5 ഓഫ് ദി ഇൻകം ടാക്സ് കളക്ടഡ് ബൈ ദി ബ്രിട്ടീഷ്. അതായത് മൊത്തം ടാക്സ് കളക്ഷനിലെ 2/5 പ്രപ്പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം എന്താണ് ഫ്രാക്ഷൻ വരുമ്പോൾ 2/5 മൊത്തം വരുന്നതിന്റെ ഓൾമോസ്റ്റ് ഒരു പകുതിയോളം വരുന്നതാണ് ഈ ഒരു സോൾട്ടിന്റെ ടാക്സിൽ നിന്നാണ്. ദെൻ ദ ടാക്സ് വാസ് ഹെവി ബർഡൻ ഫോർ ദ പീപ്പിൾ. സ്വാഭാവികമായിട്ടും എന്താണ് ഇത് വളരെ കോസ്റ്റൽ റീജിയനിലൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ ഒരു ഉപ്പുണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ഒരു ബർഡൻ ആയിരുന്നു. ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ബാൻഡ് സ്മോൾ സ്കെയിൽ സോൾട്ട് പ്രൊഡക്ഷൻ. അപ്പൊ എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷ് സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ എല്ലാം നിർത്താണ്. ബ്രിട്ടീഷ് എന്ത് ചെയ്യണം, അവരുടെ വലിയ വലിയ കമ്പനികൾ, വലിയ വലിയൊരു ഫാക്ടറികളൊക്കെയാണ് അവർ അനുവദിക്കുന്നത്. അല്ലാതെ ചെറിയ രീതിയിലുള്ള സോൾട്ട് പ്രൊഡക്ഷൻ ഒക്കെ എന്ത് ചെയ്യണം, അവർ ബാൻ ചെയ്യാണ്. ദർ വാസ് എ 3-fold ഹൈക്ക് ഓൺ സോൾട്ട് പ്രൈസ്. നമുക്കറിയാം ഉപ്പിന് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വളരെ ചെറിയ ക്യാഷാണ്. കാരണം എന്താണ്, നമുക്ക് ദിവസത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉപ്പ് ആവശ്യമായി വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയം നിങ്ങൾ ആലോചിച്ചൊക്കെ 3 ഇരട്ടിയായിട്ട് എന്ത് ചെയ്യണം, അത് വർദ്ധിപ്പിക്കുകയാണ്. സോൾട്ടിന്റെ പ്രൈസ് വളരെ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യുകയാണ്.
ദ ഡിമാൻഡ് ഫോർ ലിഫ്റ്റിംഗ് സോൾട്ട് ടാക്സ് വാസ് സ്യൂട്ടബിൾ ടു ഇൻസ്പയർ ഓൾ സെക്ഷൻ ഓഫ് സൊസൈറ്റി. സ്വാഭാവികം നമുക്കറിയാം, ഉപ്പ് ഉപയോഗിക്കാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല. എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഏറ്റവും കോമൺ ആയിട്ടുള്ള മാൻ മുതൽ ഏറ്റവും ഹൈയിൽ ജീവിക്കുന്ന ആൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഉപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, സോൾട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള സമരം എന്ന് പറയുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, അതിന് സപ്പോർട്ട് ചെയ്യുന്ന അറിയാം. അപ്പൊ എന്താണ്, എല്ലാവരും ഇൻസ്പയർ ഓൾ സെക്ഷൻ ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയിലെ എല്ലാ സെക്ഷനും എന്ത് ചെയ്യാണ്, ഇത് ഈ ഒരു സോൾട്ട് സത്യാഗ്രഹം എന്ന് പറയുന്നത് എന്താണ്, ഇൻസ്പയർ ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഈ ഒരു സോൾട്ട് സത്യാഗ്രഹം കൊണ്ട് ഉണ്ടായ ഒരു ആഫ്റ്റർ മാത്ത് എന്താന്ന് നോക്കാം. പീപ്പിൾ ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദി കൺട്രി ബിഗാൻ പ്രൊഡ്യൂസിങ് സോൾട്ട് ഓൺ ദെയർ ഓൺ ഡിസൊബേയിങ് ബ്രിട്ടീഷ് റെഗുലേഷൻസ്. അപ്പൊ ബ്രിട്ടീഷുകാർ നേരത്തെ പറഞ്ഞതാണ് സ്മോൾ സ്കെയിലുള്ള പ്രൊഡക്ഷൻ എല്ലാം നിർത്തിയിരുന്നു. അപ്പൊ അതിനെതിരെ എന്ത് ചെയ്യാണ്, ആളുകളെല്ലാം പല രീതിയിൽ സ്മോൾ സ്കെയിൽ ആയിക്കൊണ്ട് എല്ലാവരും അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാണ്, സോൾട്ട് പ്രൊഡക്ഷൻ നടത്തുന്നതായിട്ട് കാണാം. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഒന്ന് പയ്യന്നൂർ, കേരളത്തിലുള്ള പയ്യന്നൂർ, നമുക്കറിയാം കണ്ണൂരുള്ള സ്ഥലമാണ് പയ്യന്നൂർ വരുന്നത്. അതുപോലെ തന്നെ വേദരാന്യം ഇൻ തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലമാണ് വേദരാന്യം, അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബോംബെ ഇൻ മഹാരാഷ്ട്രയിലെ ബോംബെ. ദെൻ നോഖാലി ഇൻ ബംഗാൾ ആൻഡ് നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിൻസ്. ഇവിടെ എല്ലാം എന്ത് ചെയ്യാണ്, ആളുകൾ ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം എന്താണ്, ആളുകൾ കൂട്ടമായിക്കൊണ്ടും ഒറ്റക്കൊറ്റക്കായിട്ട് എന്ത് ചെയ്യാണ്, സോൾട്ട് പ്രൊഡക്ഷൻ നടത്തുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ആ ഒരു ബ്രിട്ടീഷുകാരുടെ ആ ഒരു ലോ എന്ത് ചെയ്യണം, അവര് ആ ലോക്ക് എതിരെ എന്ത് ചെയ്യണം, അവർ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. പ്രൊട്ടസ്റ്റേറ്റ് മെയ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് സോൾട്ട്, ഹോയിസ്റ്റഡ് നാഷണൽ ഫ്ലാഗ് ആൻഡ് ചാൻഡഡ് ആന്റി ബ്രിട്ടീഷ് സ്ലോഗൻസ്. അപ്പൊ ആളുകൾ എന്ത് ചെയ്യാണ്, ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഉപ്പുണ്ടാക്കുകയും ഉപ്പ് പലർക്കും എന്ത് ചെയ്യാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർ വിൽക്കുകയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യാണ്, നാഷണൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രിട്ടീഷിനെതിരെയുള്ള സ്ലോഗൻസ് പറയുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യണം, ആളുകൾ അവരുടെ പ്രൊട്ടസ്റ്റ് അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണാം. The British police severely tortured a team of volunteers led by Sarojini Naidu, who had set out to Darsana salt field in Gujarat. അപ്പൊ ഗുജറാത്തിലുള്ള ഈ ഒരു ദർശന സോൾട്ട് ഫീൽഡിലേക്ക് എന്ത് ചെയ്യാണ്, സരോജിനി നായിഡു ഒരു ടീം ഓഫ് പ്രൊട്ടസ്റ്റേഴ്സ് ആയിട്ട് പോവാണ്. പക്ഷെ എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാർ അവരെ വളരെ മോശമായിട്ട് എന്താണ് സിവിയർലി അവരെ ടോർച്ചർ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗാന്ധിജി വാസ് അറസ്റ്റഡ് ആൻഡ് ദ മൂവ്മെന്റ് വാസ് ഫോഴ്സ്ഫുള്ളി സപ്രസ്. ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും ബാക്കിയുള്ളവരെ എന്താണ് അടിച്ചമർത്തണം, അല്ലെങ്കിൽ അവർ ബ്രൂച്വലി എന്താണ് സപ്രസ് ചെയ്യുന്നതാണ് നമുക്ക് കാണാം. അല്ലാതെ ഈ ഒരു സമരം ചെയ്യാനായിട്ട് സാധിക്കില്ല, അവരെ കൊണ്ട് നിർത്താനായിട്ട് സാധിക്കില്ല. ഇതിന്റെ മെയിൻ കാരണം എന്താണ് പറഞ്ഞത്, ഇതിന്റെ മെയിൻ കാരണം എന്താണ്, ഇൻസ്പയർ ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. അതായത് ഉപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു കോമൺ നീഡാണ്. അപ്പൊ ഒരു കോമൺ നീഡായതുകൊണ്ട് എന്ത് ചെയ്യാണ്, എല്ലാവരും ഈ ഒരു സമരത്തിൽ വരെയും പല സ്ഥലങ്ങളിലും ഇത് വളരെ എന്താണ് ഇഫക്റ്റീവായിട്ട് നടക്കുകയും വളരെ എന്താണ് വിജയകരമായിട്ട് തന്നെ ഇത് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ്. അപ്പൊ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നില്ല, നോക്കിയിട്ട് ഇവർ തന്നെ എന്തായാലും നിർത്തുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ എന്ത് ചെയ്യാണ്, ലീഡേഴ്സിനെ എല്ലാം അറസ്റ്റ് ചെയ്യും. ഇപ്പൊ സരോജിനി നായിഡു ഒരു ടീമിനെ എന്ത് ചെയ്യാണ്, വളരെ സിവിയർ ആയി കൊണ്ട് അറ്റാക്ക് ചെയ്യാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഗാന്ധിജീനെ അറസ്റ്റ് ചെയ്യും, ബാക്കിയുള്ളവരെല്ലാവരും എന്ത് ചെയ്യാണ്, ഇവര് സപ്രസ് ചെയ്യാണ്. എന്താണ് അവരുടെ ഒരു പോലീസ് അല്ലെങ്കിൽ മിലിറ്ററി പവർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, അവരെല്ലാം ഫോഴ്സ്ഫുള്ളി സപ്രസ് ചെയ്തിട്ടാണ് അവസാനം എന്ത് ചെയ്യുന്നത്, ഇവർ ഈ ഒരു സെറ്റ് ഓഫ് സത്യാഗ്രഹം ചെയ്യുന്നത് അവർക്ക് നിർത്താനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെയൊക്കെ ഇതൊരു എന്താണ് സീരീസ് ഓഫ് കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്, നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് വന്നു, ഖിലാഫത്ത് മൂവ്മെന്റ് വന്നു, ദെൻ സ്വരാജ്, അതുപോലെ തന്നെ പൂർണ്ണ സ്വരാജ്, അല്ലെങ്കിൽ അതിന്റെ ഒപ്പം എന്താണ് സിവിൽ ഡിസോബീഡിയൻസ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു സീരീസ് ഓഫ് എന്താണ് സെറ്റ് ഓഫ് പ്രൊട്ടസ്റ്റുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഏകദേശം ഒരു അവസാനം എന്ന നിലക്ക്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തില് ഓൾമോസ്റ്റ് അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കേസാണെന്ത്, ബ്രിട്ടീഷ് ക്വിറ്റ് ഇന്ത്യ, അല്ലെങ്കിൽ ആ ഒരു സംഭവം നമുക്കറിയാം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ആ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ് ഓൾമോസ്റ്റ് ഒരു എൻഡിലേക്ക് വരുന്നത്. അപ്പൊ 1942 ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന നടന്നാണ് നാഷണൽ കോൺഗ്രസ് ഹെൽഡ് അറ്റ് ബോംബെയിൽ നടന്ന നാഷണൽ കോൺഗ്രസിന്റെ കോൺഫറൻസിൽ വെച്ചിട്ടാണ് ഈ ഒരു മൂവ്മെന്റിന്റെ ആശയം വരുന്നത്. അപ്പൊ ലാസ്റ്റ് പോപ്പുലർ പ്രൊട്ടസ്റ്റ് അണ്ടർ ഗാന്ധിജി. അപ്പൊ ഗാന്ധിജി നടത്തുന്ന ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് ആണ് ഇത് ബ്രിട്ടീഷ് ക്വിറ്റ് ഇന്ത്യ അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഫോഴ്സ് ദ ബ്രിട്ടീഷ് ഔട്ട് ഓഫ് ഇന്ത്യ ആൻഡ് കംപ്ലീറ്റ് ഫ്രീഡം ഫോർ ഇന്ത്യൻസ്. ഇതാണ് ഈ ഒരു മൂവ്മെന്റിൽ അവർ മുന്നോട്ട് വെച്ചത്. അതായത് കംപ്ലീറ്റ് ആയിക്കൊണ്ട് എന്ത് ചെയ്യണം, ബ്രിട്ടീഷിനെ ഇവിടെ നിന്ന് പുറത്താക്കണം, അതുപോലെ കംപ്ലീറ്റ് ഫ്രീഡം ഫോർ ഇന്ത്യൻസിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രീഡം കിട്ടണം. ഇതാണ് എന്ത് ചെയ്ത് ഈ ഒരു മൂവ്മെന്റിൽ അവർ മുന്നോട്ട് വെച്ച മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കോസസ് എന്തൊക്കെയാന്ന് നോക്കാം. റിലക്റ്റൻസ് ഓഫ് ബ്രിട്ടീഷ് ടു ഇംപ്ലിമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയുടെ അന്നുണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ ചെയ്യുന്നില്ല, അന്ന് ബ്രിട്ടീഷുകാർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതുപോലെ പബ്ലിക് ഡിസ്കസ് വിത്ത് പ്രൈസ് ഹൈക്ക് ആൻഡ് ഫമൈൻ. അപ്പൊ നമ്മൾ പറഞ്ഞതാണ് ഉപ്പിന് വരെ 3 ഇരട്ടി അവർ വില കൂട്ടി. അപ്പൊ ആ രീതിയിലുള്ള ഭയങ്കരമായ വിലവർധനയും അതുപോലെ തന്നെ എന്താണ് വളരെ
സ്വാഭാവികമായിട്ടും വില വർദ്ധിക്കുമ്പോൾ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാധനങ്ങളൊന്നും വാങ്ങിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെ അവിടെ ഫെമൈൻ ഉണ്ട്, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ക്ഷാമം വരെ ആൾക്കാർ പട്ടിണി എടുക്കുകയൊക്കെ ചെയ്യാം. ദി അസംഷൻ ദാറ്റ് ദ ബ്രിട്ടീഷ് വുഡ് ബി ഡിഫീറ്റഡ് ഇൻ സെക്കൻഡ് വേൾഡ് വാർ. അപ്പൊ സെക്കൻഡ് വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് 1942 എന്ന് പറയുന്നതാണ് സെക്കൻഡ് വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ എന്താണ്, ബ്രിട്ടീഷുകാർ ഈ ഒരു വാറിൽ തോക്കും. അപ്പൊ ആ ഒരു സമയത്ത് എന്താണ്, ഇവരെ നമുക്ക് ഇവിടുന്ന് പുറത്താക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അവരൊരു തോക്കാന്ന് പറഞ്ഞൊരു വലിയൊരു വേൾഡ് വാർ ആണ്, അതിലവർ തോക്കാന്ന് പറഞ്ഞാൽ എന്താണ്, അവർ ചെറുതായിട്ടൊന്ന് ബാക്ക് ഫുട്ട് പോകുന്ന സമയമാണ്. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് കുറച്ചുകൂടി എന്താണ് അവർ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് വരാനുള്ള ഒരു കാരണം. മെയിൻ ആയിട്ട് പറയുന്ന 3 കാരണങ്ങളാണ്. ഒന്നെന്താണ്, അവര് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റങ്ങളൊന്നും നല്ല നല്ല മാറ്റങ്ങളൊന്നും വരുത്താനായിട്ട് ഇവര് സമ്മതിക്കുന്നുണ്ടായില്ല. അതുപോലെ തന്നെ എന്താണ്, പ്രൈസ് ഹൈക്കും ഫെമൈനും കാരണം പബ്ലിക് ഇവരെതിരെ ഭയങ്കരമായിട്ട് ഇവർക്കെതിരെയുള്ള പ്രൊട്ടസ്റ്റുകൾ നടത്തുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറിൽ ഇവർ തോൽക്കും എന്നുള്ളൊരു അസംഷനും ഉണ്ടായിരുന്നു. ഓക്കെ, ആസ് പാർട്ട് ഓഫ് ദിസ് മൂവ്മെന്റ് ഗാന്ധിജി കോൾഡ് ഫോർ ദ ഫോളോയിങ്. അപ്പോൾ ഓരോ മൂവ്മെന്റ്സിലും ഗാന്ധിജി ഓരോ കാര്യങ്ങൾ പറയും. ഇപ്പോൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ ഗാന്ധിജി എന്തൊക്കെ ചെയ്യുന്ന, ബോയ്ക്കോട്ടിംഗ് ആയിരുന്നു മെയിൻ ആയിട്ട് അവിടെ പറഞ്ഞത്. ഈ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിൽ പല ലോസും എന്താണ് ഡിസൊബേ ചെയ്യാനായിട്ടായിരുന്നു ഗാന്ധിജി പറഞ്ഞത്. ഇനി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ ഗാന്ധിജി എന്താണ് പറയുന്നത് നോക്കാം. പ്രിൻസ്ലി സ്റ്റേറ്റ് ഷാൽ റെക്കഗ്നൈസ് ദ സോവറിനിറ്റി ഓഫ് ദെയർ പീപ്പിൾ. ഇപ്പൊ ഒരുപാട് പ്രിൻസ്ലി സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു അല്ലെ, നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ നാട്ടുരാജ്യങ്ങളോട് അവരോട് എന്താണ്, അവരുടെ സോവറിനിറ്റി റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറയാണ്. അതുപോലെ തന്നെ ഫാർമേഴ്സ് ഷാൽ നോട്ട് പേ ലാൻഡ് ടാക്സ്. ഫാർമേഴ്സിനോട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യരുത്, ലാൻഡിനൊന്നും ടാക്സ് കൊടുക്കരുത്. ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഷുഡ് ഡിസ്ക്ലോസ് ദർ ലോയാലിറ്റി ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിത്തൗട്ട് റിസൈനിങ് ദർ പൊസിഷൻസ്. ഇപ്പൊ ഗവൺമെന്റ് ഒഫീഷ്യൽസിനോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ പൊസിഷൻസിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ നിലവിലുള്ള ഏറ്റവും വലിയ മൂവ്മെന്റ് ആയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് നിങ്ങളുടെ ലോയാലിറ്റി, നിങ്ങളുടെ ഒരു എന്താണ്, നിങ്ങളുടെ സന്നദ്ധത അറിയിക്കുക എന്ന് പറയാണ്. സോൾജേഴ്സ് ഷുഡ് ഡിസൊബേ ഓർഡേഴ്സ് ടു ഷൂട്ട് ആൻഡ് കിൽ ഇന്ത്യൻസ് വിത്തൗട്ട് ക്വിറ്റിംഗ് ദർ പൊസിഷൻ. അപ്പൊ സോൾജേഴ്സിനോട് പറയാം, അതായത് ഇന്ത്യക്കാരായ ഒരുപാട് പട്ടാളക്കാരുണ്ടായിരുന്നു, ബ്രിട്ടീഷിന്റെ ആർമിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് പറയാണെന്ത്, നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ത്യക്കാരെ ഒരു കാരണവശാലും കൊല്ലരുത്, അല്ലെങ്കിൽ ഇന്ത്യക്കാരെ കൊല്ലാൻ നിങ്ങൾ വിസമ്മതിക്കണം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്ത് രാജിവെക്കരുത്. അപ്പൊ ഗവൺമെന്റ് ഒഫീഷ്യൽസിനോട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്ത് ജോലിയൊന്നും രാജിവെക്കരുത്. ആ പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇന്ത്യയോടുള്ള ആ ഒരു ലോയാലിറ്റി കാണിക്കാനായിട്ട് സാധിക്കണം. ഇഫ് പോസിബിൾ സ്റ്റുഡൻസ് ഷുഡ് ബോയ്ക്കോട്ട് എഡ്യൂക്കേഷൻ സ്റ്റിൽ ഫ്രീഡം ഈസ് അറ്റൈൻഡ്. ഇപ്പൊ കുട്ടികളോട് പറയാൻ, വിദ്യാർത്ഥികളോട് പറയാൻ, നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്രീഡം കിട്ടുന്നവരെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ക്ലാസ്സുകളെല്ലാം ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറയാണ്. അപ്പൊ ഈ ഒരു മൂവ്മെന്റിനെ ബ്രിട്ടീഷ് എങ്ങനെയാണ് നേരിട്ടെന്ന് നോക്കാം. ദ ബ്രിട്ടീഷ് സപ്രസ് ദ മൂവ്മെന്റ് വയലന്റ്ലി ആൻഡ് അറസ്റ്റഡ് ലീഡേഴ്സ് ഇൻക്ലൂഡിംഗ് മഹാത്മാഗാന്ധി. ഇപ്പൊ വീണ്ടും എന്താണ്, ഈ മൂവ്മെന്റിന്റെയും അവര് മറ്റേ സോൾട്ട് സത്യാഗ്രഹമൊക്കെ എങ്ങനെയാണോ ഇല്ലാതാക്കിയത്, അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, അറസ്റ്റ് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ സപ്രസ് ചെയ്തുകൊണ്ടും തന്നെയാണ് അവർ നേരിടുന്നത്. ഇൻ പ്രൊട്ടസ്റ്റ് അൺകൺട്രോൾഡ് മോബ്സ് ഡെമോളിഷ്ഡ് ഗവൺമെന്റ് ബിൽഡിംഗ്സ്, ഓഫീസസ്, ഇലക്ട്രിക് ലൈൻസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. സ്വാഭാവികമായിട്ട് എന്താണ്, പ്രൊട്ടസ്റ്റുകൾ നടക്കുമ്പോൾ എന്താണ്, ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പല പല ഗവൺമെന്റ് ബിൽഡിംഗ്സുകൾ തകർക്കുന്നുണ്ട്, ഓഫീസുകൾ തകർക്കുന്നുണ്ട്, ഇലക്ട്രിക് ലൈൻസ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇതെല്ലാം നശിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എ ക്ലിയർ ഇൻഡിക്കേഷൻ ഫോർ ദ പീപ്പിൾസ് ഡിറ്റർമിനേഷൻ ഫോർ ഫ്രീഡം ബിക്കം വിസിബിൾ. അപ്പൊ ആ ഒരു സമയമായപ്പോഴേക്കും എന്താണ്, ഞങ്ങൾക്ക് എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന കംപ്ലീറ്റ് ഫ്രീഡം ഞങ്ങൾക്ക് വേണമെന്ന് ഉള്ള ആളുകളുടെ ഒരു ഡിറ്റർമിനേഷൻ ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വളരെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതായത് പബ്ലിക്കായിട്ട് വളരെ അഗ്രസീവ് ആയിട്ട് കൊണ്ട് തന്നെ ആളുകൾ എന്ത് ചെയ്യാണ്, അവർക്ക് ഫ്രീഡം വേണം, ഞങ്ങൾക്ക് ഫ്രീഡം വേണം എന്നുള്ള ഒരു കാര്യം അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പറയുന്നതായിട്ട് നമുക്ക് ഈ ഒരു മൂവ്മെന്റ്സിലെല്ലാം വളരെ പ്രൊഡന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർത്ത് നോക്കാം. ഒന്ന്, ഗാന്ധിജി സെൻട്രി ആയിരുന്നു. ഗാന്ധിജി എങ്ങനെയാണ് ഈ ഒരു ഫ്രീഡം ഫൈറ്റിലേക്കൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ഗാന്ധിജി ഇൻവോൾവ് ആയിട്ടുള്ള 3 സ്ട്രഗിൾസ് ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു. അതെല്ലാം ഒരു റീജിയണൽ സാധനങ്ങളായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നാഷണൽ ലെവൽ മൂവ്മെന്റ്സിലേക്ക് എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് വരുന്ന നാഷണൽ മൂവ്മെന്റ് ഏതാണ്, പിന്നീട് വരുന്ന ഏതാണ് എന്നൊക്കെ നമ്മൾ കണ്ടു അല്ലെ. ഇപ്പൊ ഗാന്ധിജി അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന നാഷണൽ ലെവലിലുള്ള മൂവ്മെന്റ്സുകൾ നമ്മൾ കാണുന്നുണ്ട്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നമ്മൾ കണ്ടു, ഖിലാഫത്ത് മൂവ്മെന്റ് അദ്ദേഹം എങ്ങനെയാണ് യൂസ് ചെയ്തത് നമ്മൾ കണ്ടു, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് എങ്ങനെയാണ് യൂസ് ചെയ്തത് നമ്മൾ കണ്ടു, അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഈ രീതിയിൽ പല മൂവ്മെന്റ്സുകളും എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ആ ഒരു നോൺ വയലൻസ്, അഹിംസ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് അദ്ദേഹം എങ്ങനെയാണ് ആളുകളെ പല രീതിയിൽ എല്ലാ സെക്ഷനിലുള്ള ആളുകളെയും എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്, എങ്ങനെയാണ് എല്ലാ ആളുകളെയും ഈ ഒരു ഫ്രീഡം ഫൈറ്റിലേക്ക് ഗാന്ധിജി എത്തിച്ചത് എന്നെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുവരെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഗാന്ധിയൻ അപ്രോച്ച് മാത്രമല്ലായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന, അല്ലാതെയും പല രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിരുന്നു. സോ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഒരു പറഞ്ഞ കേസുകൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം.
അപ്പോൾ നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറയണം. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായ ഷോർട്ട് നോട്ട്സ് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ കേട്ടിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പോസ്റ്റ് ചെയ്യുകയും ചെറിയ ചെറിയ നോട്ട്സ് അതിൽ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുകയും ആ ഒരു നോട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങളായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത നോട്ട് യൂസ് ചെയ്ത് പഠിക്കലാണ് നമുക്ക് ഏറ്റവും ബെറ്റർ. സോഷ്യൽ സയൻസ് പഠിക്കാൻ ഏറ്റവും നല്ല ഒരു വഴി എന്ന് പറയുന്നത് തന്നെയാണ്. നിങ്ങൾ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, നിങ്ങൾ തന്നെ വായിച്ച് പഠിക്കുക, നിങ്ങളുടേതായ വേർഡ്സിൽ തന്നെ മാക്സിമം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. പരമാവധി ഇപ്പോൾ കണ്ടന്റുകളൊക്കെ ഉണ്ടാവണം, കൃത്യമായിട്ടുള്ള കണ്ടന്റ്, വർഷങ്ങളായാലും ആളുകളുടെ പേരുകളായാലും ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ പേരുകളായാലും അതെല്ലാം കൃത്യമായിട്ട് വരണം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പഠിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. ഓക്കെ, ബൈ.